ഈ ലോക്ക്ഡൗൺ വരുന്നു, യുദ്ധം വരുന്നു, ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ ചെയ്യേണ്ട മെയിൻ ഒരു കാര്യം ഓൺലൈനിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോന്ന് പറയുന്ന കണ്ടിട്ട് പാനിക് ആവാതിരിക്കുക. നിങ്ങൾക്ക് കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക, ഒന്ന് ഫോളോടെ ചെയ്ത് വെച്ചോ. മെയിൻ ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എനർജി ക്രൈസിസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നാലും പണ്ട് ഈ കൊറോണയ്ക്ക് വന്ന പോലത്തെ ലോക്ക്ഡൗൺ ആയിരിക്കില്ല. അതായത് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് ഇറങ്ങണം, ഇതൊന്നും ആയിരിക്കില്ല. ഈ കറണ്ട്, ഇന്റർനെറ്റ്, പെട്രോൾ, ഗ്യാസ്, ഇങ്ങനെ എനർജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും ഇങ്ങനൊരു ലോക്ക്ഡൗൺ എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ വരുന്നത്. ഇനി അഥവാ ലോക്ക്ഡൗൺ വന്നാലും നമ്മൾ ചിലപ്പോൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ ഇന്റർനെറ്റിന്റെ ഒരു സൗകര്യം ചിലപ്പം ഉണ്ടായെന്ന് വരില്ല. അതേപോലെ ഈ ഒരു LPG ഗ്യാസിന്റെ ഷോർട്ടേജ്, പിന്നെ ഈ പെട്രോളിന്റെ ഷോർട്ടേജ്, അത് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിലുണ്ട്, നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാം, എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഓരോ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ പറഞ്ഞ പോലെ പാനിക്കായിട്ടൊന്നും ഇരിക്കാതെ വരാൻ പോകുന്നതിനെ പറ്റി ഒന്ന് ഓർത്ത് പ്രിപ്പയർ ആയിരിക്കുക. അതായത് ലോക്ക്ഡൗൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരുന്നതിനെ ആലോചിച്ച് ഒന്ന് മുൻകൂട്ടി തയ്യാറെടുത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതൊന്ന് കമന്റ് ബോക്സിൽ പറയാം. അതേപോലെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.